ഹലോ ഓൾ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ആസാമിലെ ഗുവാഹട്ടി എയർപോർട്ടിലാണ്. യാത്ര കാസിരംഗ നാഷണൽ പാർക്കിലോട്ടും. കാസിരംഗ നാഷണൽ പാർക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വൺ ഹോൺ റൈനോ ആണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ റൈനോ മാത്രമല്ല, കാസിരംഗയിൽ ബിഗ് 5 ആനിമൽസ് എന്ന് പറയുന്നത് റൈന കൂടാതെ ടൈഗർ, എലിഫന്റ്, വാട്ടർ ബഫലോ, പിന്നെ സ്വാം ഡിയർ, പിന്നെ വേറെ സ്പീഷീസിലുള്ള ആനിമൽസും ബേർഡ്സും. ഞങ്ങളിവിടെ 2 ദിവസം താമസിച്ച് പല സോണുകളിലായി എലിഫന്റ് സഫാരിയും ജീപ്പ് സഫാരിയും എടുത്ത് ശരിക്കും എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. ഇവിടുത്തെ കാടും കാട്ടിലൂടെയുള്ള സഫാരിയും അതുപോലെ ആസാമിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജും എല്ലാം ചേർന്ന് മനസ്സിലാക്കി എൻജോയ് ചെയ്ത നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഞങ്ങൾ ഗുവാഹട്ടിയിലെത്തിയപ്പോൾ ഉച്ചയായി. ആദ്യം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആസാമിലെ ട്രഡീഷണൽ താലി എൻജോയ് ചെയ്യാനായിരുന്നു. എയർപോർട്ടിനടുത്തുള്ള ഈ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വീഡിയോയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നല്ലൊരു ട്രഡീഷണൽ ആസാമീസ് താലി കഴിഞ്ഞിട്ട് ഒരു സെൽഫ് ഡ്രൈവ് വണ്ടിയെടുത്ത് നേരെ കാസിരംഗയിലോട്ട്. ഗുവാഹട്ടിയിൽ നിന്ന് കാസിരംഗ വരെ നല്ല ഒന്നാന്തര റോഡായിരുന്നു. ഏകദേശം എൻഡ് വരെ 4 ലെയിൻ റോഡും കാസിരംഗയായിട്ട് അടുത്ത് മാത്രം കുറച്ച് ഡിസ്റ്റൻസ് 2 ലെയിൻ റോഡും. പക്ഷെ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റോഡായിരുന്നു. ഗുവാഹട്ടിയിൽ നിന്ന് കാസിരംഗ വരെ ഒരു 4.5 മണിക്കൂർ എടുക്കും. കാസിരംഗ എത്താറായി. കാസിരംഗ നാഷണൽ പാർക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റോഡ് സൈഡിൽ ഇവിടെ തന്നെ മിക്കവാറും നമുക്ക് സൈറ്റിംഗ് കിട്ടും. റൈനോസ് ഇവിടെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാനും പറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ആസാം ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹോട്ടൽ. തരക്കേടില്ല, സാധാരണ ബേസിക് റൂം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നല്ല ഫുഡായിരുന്നു. ഇവിടെ സാധാരണ എല്ലാവരും ഹോട്ടൽ വഴിയാണ് സഫാരി ബുക്ക് ചെയ്യുന്നത്. ഞങ്ങളും ഇവിടെ നേരത്തെ പറഞ്ഞ് 3 സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 3 സോണുകളിലായിട്ട് 3 സഫാരി, 2 ജീപ്പ് സഫാരിയും ഒരു എലിഫന്റ് സഫാരിയും. അടുത്ത ദിവസം രാവിലെ തന്നെ ആദ്യത്തെ സഫാരിക്ക് ഞങ്ങൾ പോകുന്നത് വെസ്റ്റേൺ റേഞ്ച് അല്ലെങ്കിൽ ബഗോറി റേഞ്ചിൽ എലിഫന്റ് സഫാരിക്കാണ്. ഈ വെസ്റ്റേൺ ബഗോറി റേഞ്ച് നല്ല പോപ്പുലറാണ്. എലിഫന്റ് സഫാരി പ്രത്യേകിച്ച് പോപ്പുലറാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല പാർക്കിംഗ്, റെസ്റ്റ് റൂം, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ തന്നെയുണ്ട്. ഇവിടുത്തെ സെൽഫി പോയിന്റിൽ നിന്ന് ഞങ്ങൾ സെൽഫീസ് എല്ലാം എടുത്ത് അതൊക്കെ സഫാരി എൻട്രി പോയിന്റിലോട്ട് കടന്നു. ഈ പാലം കടന്ന് അപ്പുറത്ത് ഇറങ്ങണമെങ്കിൽ ടിക്കറ്റ് കാണിക്കണം. അതാണ് എലിഫന്റ് സഫാരി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ കാണുന്ന പടിയിൽ കയറി 4 പേർക്ക് ആനപ്പുറത്ത് കയറാം. 2 പേര് വീതം 2 സൈഡിലായി. ഈ എലിഫന്റ് സഫാരിയും ജീപ്പ് സഫാരിയും രണ്ടും ചെയ്തത് കാരണം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. എലിഫന്റ് സഫാരിയിൽ പോയി കഴിഞ്ഞാൽ ജീപ്പിന് പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോകാം. അത് കാരണം ആനയാണല്ലോ, മറ്റ് മൃഗങ്ങളുടെ അടുത്ത് പോയി കാണാം. പക്ഷേ സഫാരി ടൈമും ദൂരവും കുറച്ചേ കാണുള്ളൂ. ആനയല്ലേ, അപ്പോൾ അങ്ങനെ ജീപ്പ് പോകുന്ന പോലെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ അധികം അനങ്ങാതെ ഷെയ്ക്കാകാതെ ഫോട്ടോ എടുക്കണമെന്നുള്ളവർക്കും കാട്ടിൽ കുറച്ച് ദൂരം സഞ്ചരിക്കണമെന്നുള്ളവർക്കും അതല്ലെങ്കിൽ ആന സഫാരി ഒരു പുതുമയല്ലാത്തവർക്കും അതുപോലെ ചിലർക്ക് ആനയെ സഫാരിക്കായിട്ട് ഉപയോഗിക്കുന്നതിന് വലിയ താല്പര്യം കാണില്ല, അങ്ങനെയുള്ളവർക്കും ജീപ്പ് സഫാരി ആയിരിക്കും നല്ലത്. നമ്മുടെ ആദ്യത്തെ റൈനോ സൈറ്റിംഗ്, ദി ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺ റൈനോ. കൊള്ളാം അല്ലേ? വീഡിയോയിൽ കാണിച്ച പോലെ ഈ ടൈഗർ ഒഴിച്ച് ബാക്കിയുള്ള ബിഗ് 5 ആനിമൽസ്, അതായത് റൈനോ, എലിഫന്റ്, വാട്ടർ ബഫലോ, പിന്നെ സ്വാം ഡിയർ എല്ലാം വളരെ കോമൺ ആയിട്ട് എല്ലാ സോണിലും കാണാൻ പറ്റും. അങ്ങനെ രാവിലത്തെ എലിഫന്റ് സഫാരി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ സെൻട്രൽ സോണിൽ അഥവാ കഹോറ റേഞ്ചിൽ ജീപ്പ് സഫാരിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സെൻട്രൽ സോൺ ടൂറിസ്റ്റുകളുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. ഉച്ചക്കത്തെ സഫാരിയായിട്ട് പോലും എന്താ തിരക്കെന്ന് കണ്ടില്ലേ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ വലിയ സോണായത് കാരണം ജീപ്സ് എല്ലാം അങ്ങനെ സ്പ്രെഡ് ഔട്ടായി പോകും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കാണാനും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനും. ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ ടൈഗർ സൈറ്റിങ്ങും കിട്ടും. ഈ കാസിരംഗയിൽ ജീപ്പ് സഫാരി ബുക്ക് ചെയ്താൽ അവർ ഹോട്ടലിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും. കാരണം ഇതെല്ലാം പ്രൈവറ്റ് ജീപ്സാണ്. അതാണ് ജീപ്പ് സഫാരി എപ്പോഴും ഹോട്ടൽ വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പവും നല്ലതും. ഇവിടെയും ടൈഗർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആനിമൽസും എളുപ്പത്തിൽ കാണും. ടൈഗറിനെ കാണാൻ മാത്രം
ഭാഗ്യം വേണം, നല്ല ഭാഗ്യം വേണം. അതുപോലെ മറ്റ് സ്പീഷീസും, പിന്നെ നിറയെ ബേർഡ്സും. ബേർഡിങ്ങിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിറയെ ബേർഡ്സും കാണാൻ പറ്റും. ആദ്യത്തെ സൈറ്റിംഗ് പിന്നെയാണ് മനസ്സിലായത് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന ആനയാണെന്ന്. ഏതായാലും ആനക്കുട്ടിയുടെ കളിയെല്ലാം കുറച്ച് നേരം കണ്ടിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം ചെന്നതേ ഉള്ളൂ, അപ്പോഴേക്കും വേറൊരു ആന. ഇത് നല്ല കാട്ടാന, കൊമ്പനാന. ഈ കാടുകളിൽ ആനകളെ നല്ലതുപോലെ കാണും. ഏത് സോണിൽ പോയാലും അവിടെ കാട്ടാനയെ ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഞങ്ങളുടെ ഗൈഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു തന്നു. ഈ മരത്തിൽ കാണുന്നത് കടുവ നഖം കൊണ്ട് മാന്തി പൊളിച്ച പാടാണ്. കടുവ നഖം മൂർച്ച വരുത്താൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവിടെ ആൾക്കാർ ഒരുപാട് വരുന്നത് കൊണ്ടായിരിക്കും റെസ്റ്റ് റൂം സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള സോണിലൊന്നും അത് കണ്ടില്ല. ഈ കാണുന്ന പുല്ലുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റുണ്ട്. ഒരു ആന അകത്ത് പോയാൽ പോലും അറിയില്ല. അതുകൊണ്ടായിരിക്കും ഇതിന് എലിഫൻറ്റ് ഗ്രാസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഏതായാലും നല്ല സൈറ്റിംഗ് ആയിരുന്നു. പല രീതിയിലുള്ള ആനിമൽസും ബേർഡ്സും എല്ലാം കണ്ടു. ഒരു ജംഗിൾ ഫൗൾ, ഇത് മോണിറ്റർ ലിസാർഡ്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ സഫാരിയും തീർത്തു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മൂന്നാമത്തെ സഫാരിക്കായിട്ട് ഈസ്റ്റേൺ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഈ റേഞ്ച് മറ്റ് 2 റേഞ്ചിൽ നിന്നും കുറച്ചധികം ദൂരെയാണ്. അത് കാരണം ടൂറിസ്റ്റുകൾ കുറച്ച് കുറവായിരിക്കും ഇവിടെ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബ്രഹ്മപുത്ര റിവർ, ഇത് കാണുമ്പോഴേ അറിയുള്ളൂ എന്ത് വലുതാണെന്ന്. ദ മൈറ്റി ബ്രഹ്മപുത്ര റിവർ. ഇതൊരു ശരിക്കൊരു നല്ല കാടിൻ്റെ ഫീൽ തരുന്ന സഫാരിയാണ്. പിന്നെ നിങ്ങൾക്ക് ബേർഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരണം. ഇതാണ് കാശിരംഗയിലെ ബേർഡിങ് സഫാരി നടക്കാൻ പറ്റിയ സ്ഥലം. ഒരു ഗ്രേ ഫിഷ് ഈഗിൾ കാലിൻ്റെ അടിയിൽ മീൻ പിടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെ പുഴയുള്ള കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച ആമകൾ തടിയിൽ നിരന്നിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ബാക്കി 2 സോണിലും കാണുന്നത് പോലെ വാട്ടർ ബഫലോയും എലിഫൻസും റൈനോസറസും എല്ലാം നല്ലപോലെ കാണാം. ഇത് കണ്ടോ, ആന ഓൾമോസ്റ്റ് എലിഫൻറ്റ് ഗ്രാസിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത വിധം മറഞ്ഞു നിൽക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ ടൈഗറിനെ കാണാൻ അല്പം ബുദ്ധിമുട്ടുള്ളത്. ടൈഗർ ഡെൻസിറ്റിക്ക് കുറവൊന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ടൈഗറിനെ കാണാൻ അല്പം ഭാഗ്യം വേണം. ഈ സോണിൽ തിരക്കില്ലാത്തതിനാൽ മൃഗങ്ങളെ അവരുടെ നാച്ചുറൽ സെറ്റിങ്ങിൽ കാണാം. അതുമാത്രമല്ല, കാട്ടിനുള്ളിൽ ഇങ്ങനെ ജീപ്പുമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് കാട്ടിനുള്ളിൽ ഇങ്ങനെ പോകുന്നത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. വളരെ കൂടുതലായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഡിയറിനെ കാണാൻ പറ്റി. കുട്ടിയായിട്ടും കൂട്ടമായിട്ടും പെയറായിട്ടും അടുത്തിങ്ങനെ നിന്ന് സമയമെടുത്ത് കാണാൻ പറ്റി. നോക്കുന്നുണ്ടില്ലേ? ഈ മാനിൻ്റെ കൊമ്പ് കണ്ടില്ലേ, ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട്. അത് കാരണം ഇതിനെ ബാരസിംഗ എന്നാണ് പറയുന്നത്. അതായത് 12 ഇങ്ങനെ കൊമ്പിൻ്റെ ബ്രാഞ്ചുള്ള മാൻ. കാണാൻ നല്ല രസമുണ്ട് ഇതിനെയും. അങ്ങനെ പല സ്പീഷീസിലുള്ള ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഇവിടെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പക്ഷികൾ ഇവിടെ കാണാം. വൂളി നെക്ക് സ്റ്റോർക്ക്, ബ്ലാക്ക് നെക്ക് സ്റ്റോർക്ക്. ഇയാൾ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ പേഷ്യൻ്റ്ലി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാലിജ് ഫെസൻറ്റ് കേട്ടോ, സർപ്പൻ്റ് ഈഗിൾ. ഒരു ജംഗിൾ ഫൗൾ പെയർ. കുറച്ചു നേരം അതും കണ്ടു നിന്നു. അപ്പോഴാണ് ഈ ലെസർ അഡ്ജുറ്റൻ്റ് ബേർഡിനെ കണ്ടത്. കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, ഈ ഭാഗത്തൊക്കെ മാത്രമേ ഉള്ളൂ അത്. ഇതിൻ്റെ ഈ പട്ടാള മാർച്ച് കാരണമാണ് ഈ അഡ്ജുറ്റൻ്റ് എന്ന പേര് വന്നത്.
അങ്ങനെ സഫാരി ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് ഒരു വലിയ കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് പെട്ടത്. ഒരു പേടിപ്പിക്കുന്ന അനുഭവമായിരുന്നു. ഞങ്ങളുടെ നേരെ മുമ്പിൽ വന്നിട്ട് പർപ്പസ്ഫുള്ളി ഞങ്ങളുടെ നേരെ മുമ്പോട്ട് നടന്നു വരികയാണ്. ഞങ്ങളുടെ ഡ്രൈവർ കം ഗൈഡ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയത് കാരണം പുള്ളി നല്ല സ്പീഡിൽ വണ്ടി റിവേഴ്സ് എടുത്ത് വഴി മാറിക്കൊടുത്തു. എന്നിട്ട് ആന അങ്ങനെ കാട്ടിനുള്ളിൽ കയറിപ്പോയി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും അങ്ങനെ ഈ സോണിലെ സഫാരി കഴിഞ്ഞു. കാസിരംഗയിലെ സഫാരി കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് വൈകുന്നേരം ഇവിടുത്തെ നാഷണൽ ഓർക്കിഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പോയി കുറച്ച് നല്ല സമയം ചെലവഴിച്ചു. ഇവിടുത്തെ ഓർക്കിഡ് പാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ആസാമിനെ പറ്റി അടുത്തറിയാൻ പറ്റിയ സ്ഥലം. കൾച്ചറൽ പെർഫോമൻസസ് ഉണ്ട്. ആസാമിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ഇവിടെ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലമായത്. ബാമ്പു കൊണ്ടുണ്ടാക്കിയ ഐറ്റങ്ങൾ, കൈത്തറി തുണി ഐറ്റങ്ങൾ, അതുമല്ലെങ്കിൽ സൂനിയർ ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഇവിടെ കൾച്ചറൽ പെർഫോമൻസസും ഉണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഏതായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ ചുരുക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസിരംഗയിൽ വന്ന് പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.